സോൾഫുൾ സ്റ്റോറീസ് ഇൻസ്പയറിംഗ് യൂത്തിൽ ഇന്നത്തെ താരം അഭിമന്യു, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബൈ പ്രൊഫഷൻ. നമ്മളിൽ ഒരുവനായി ജനിച്ച് വളർന്ന് പൊതുവിദ്യാലയത്തിൽ പഠിച്ച് അഭിമന്യു +2 വരെയും വ്യക്തമായ ഒരു ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ +2 കഴിഞ്ഞ് CA പഠിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല. ഉറച്ച പ്രതിജ്ഞയും ഏകാഗ്രതയും കൊണ്ട് അനവധി പേർ സ്വപ്നം കാണുന്ന, എന്നാൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാം ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കുകയും ഇന്ന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയായ വിപ്രോയിൽ വർക്ക് ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടെ അഭിമന്യുവിനെ സോൾഫുൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you. Thank you so much. Hi. How are you? I'm good. How are you? Yeah, great. Thank you for asking. +2-വിൽ സയൻസ് ആയിരുന്നല്ലോ മെയിൻ സബ്ജക്ട്. അതെ. അതുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു ഫീൽഡിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? എങ്ങനെ എത്തിപ്പെട്ടു വെച്ചാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എത്തിപ്പെട്ടത്. ഞാൻ +2-ൽ പറഞ്ഞ പോലെ സയൻസ് ആയിരുന്നു. 10th കഴിയുമ്പോഴാണല്ലോ നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ചോയ്സ് ഒരു ടേണിംഗ് പോയിന്റ് വരിക. 10th കഴിഞ്ഞാൽ നമുക്ക് ഏത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. ബട്ട് 10th കഴിഞ്ഞാലും എൻ്റെ അൾട്ടിമേറ്റ് എയിം ആ സമയത്ത് ഏതൊരു എഞ്ചിനീയറിംഗ് ഓർ ഡോക്ടർ ക്ലിയർ അല്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ലൈക്ക് സയൻസ് ആണല്ലോ സേഫർ ഓപ്ഷൻ. കാരണം സയൻസ് എടുത്താൽ നമുക്ക് ഏത് സ്ട്രീമിലേക്കും പോകാം. ഈവൻ കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഏത് സ്ട്രീമിലേക്കും പോകാം. അങ്ങനെ സയൻസ് എടുത്തു. +2 ഓൺ ഗോയിങ് ടൈമിലൊക്കെ എന്താണ് ഏതൊരു ഡോക്ടർ ഓർ എഞ്ചിനീയറിംഗ് ആയെങ്കിൽ IIT. ഡോക്ടർ ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് എഞ്ചിനീയറിംഗ് IIT ആ ഒരു ഫീൽഡിലേക്കായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്താൽ വിചാരിച്ചു. ബട്ട് ആ ഒരു സ്ട്രീമിൽ തന്നെ പഠിച്ചു പോയത്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. സയൻസ്, ഫിസിക്സ് ഒക്കെ ഫേവറേറ്റ് സബ്ജക്ട്സ് ആയിരുന്നു. ലൈക്ക് ആഫ്റ്റർ 12th നല്ല മാർക്കോടെ പാസ്സായി, നല്ല പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ജസ്റ്റ് 12th കഴിഞ്ഞിട്ട് നമ്മുടെ എൻട്രൻസ് എക്സാംസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ JEE മെയിൻസ്, അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ നീറ്റ് ഒക്കെ, അതൊക്കെ ട്രൈ ചെയ്തു. നീറ്റ് എനിക്ക് എന്തായാലും വലിയ ഓപ്പർച്യൂണിറ്റി പറയാൻ പറ്റില്ല, എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എഴുതി വിട്ടു. ബട്ട് എഞ്ചിനീയറിംഗ് താല്പര്യം ഉള്ളതുകൊണ്ട് JEE മെയിൻ ക്വാളിഫൈ ആയി. ബട്ട് അഡ്വാൻസ്ഡ് മേ ബി പ്രിപ്പറേഷൻ്റെ ലാക്ക് കൊണ്ടായിരിക്കാം അത്ര ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ടൈം ഇപ്പോൾ എഞ്ചിനീയറിംഗ് IIT തന്നെ ഗോളാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ചെറുതായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങി. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി എൻക്വയറി ചെയ്തു. ഒരു കൊല്ലം റിപ്പീറ്റിംഗ് കോച്ചിങ് ക്ലാസ്സിനൊക്കെ കാര്യങ്ങളാക്കി അതൊക്കെ സെറ്റാക്കി വെച്ചതാ. അപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി എൻ്റെ ഒരു ഫ്രണ്ട് സുബിൻ എന്നാണ് എൻ്റെ പേര്, അവൻ എന്ത് ചെയ്തു, അവന് ഈ CA കോഴ്സിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് ജസ്റ്റ് കാലിക്കറ്റ് ആയിരുന്ന ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെമിനാർ ഒന്ന് അറ്റൻഡ് ചെയ്യാതെ കഴിഞ്ഞിട്ട് നമുക്ക് ചില്ലിയാന്ന് പറഞ്ഞ് പോയതാ. അപ്പം അങ്ങനെ ആ സെമിനാർ അവൻ്റെ കൂടെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് CA പറ്റി അറിഞ്ഞതും CA പറ്റി കൂടുതൽ മനസ്സിലാക്കാനും എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ആ സമയത്താണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തു ഏത് ഇതിലേക്കാണ് പോകേണ്ടത്. ഐ ഫെൽറ്റ് CA വാസ് ബെറ്റർ. അങ്ങനെ CA തിരഞ്ഞെടുത്തു. ഒരു സഡൻ മൂവ് ആയിരുന്നു. പ്രത്യേകിച്ച് വേറെ റീസൺസ് ഒന്നും ഇല്ല, ജസ്റ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോ ഒരു റിപ്പീറ്റിന് പോയിരുന്ന ഒരു വ്യക്തിയാണ്. റിപ്പീറ്റ് പോയെന്ന് പറയാൻ പറ്റില്ല. റിപ്പീറ്റ് ആയിരുന്നു പ്ലാൻ. ഒരു അഡ്മിഷൻ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ബട്ട് ഡിഡ്ന്റ് പ്രൊസീഡ് ഫർദർ. ഓക്കെ, അപ്പൊ സുബിനും ആ സെമിനാറുമാണ് വഴിത്തിരിവായത്. യെസ്. അതെ. ഓക്കെ, CA എക്സാംസ് ടഫ് ആണെന്ന് അറിയായിരുന്നല്ലോ. അതിന്റെ പാസിംഗ് പെർസെന്റേജ് വളരെ കുറവാണ് മറ്റുള്ള എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ. 10% റേഞ്ചിലാണ് എപ്പോഴും ഉണ്ടാവാറ്. 9, 10, 11, 12. അപ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഇത് പറ്റും, ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ. എല്ലാവരും അങ്ങനെയാണല്ലോ, CA എക്സാംസ് കാണുന്നത് തന്നെ ഒരു പേടിയോടെയാണ്. CA എക്സാംസ് ടഫ് ആണോ ചോദിച്ചാൽ ടഫാണ്. കണ്ടന്റ് ഈസ് വെരി വാസ്റ്റ്, വെരി ഹ്യൂജ്. നമ്മൾ CA എക്സാംസിന്റെ ബുക്സിന്റെ നമുക്ക് 3 എക്സാംസ് CAയിൽ വരുന്നത്. ഫൗണ്ടേഷൻ, പിന്നെ ഇന്റർമീഡിയറ്റ്, പിന്നെ ഫൈനൽ. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിന്റെ ഒരു ബുക്കിനെ എടുത്ത് വെച്ചാൽ നമ്മുടെ ഏകദേശം ചെസ്റ്റിന്റെ അത്രത്തോളം ഹൈറ്റ് വരും. അപ്പോൾ നമ്മുടെ CA ഞാൻ പഠിച്ചു കഴിയുമ്പോൾ എൻ്റെ ബുക്ക് അറൗണ്ട് മൈ ഡബിൾ ഹൈറ്റ് വരെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടന്റ് വാസ്റ്റ് ആണ്. കൺസെപ്റ്റ്സ് കുറേ ഉണ്ട്. ടഫാണോ ചോദിച്ചാൽ ടഫാണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, സെമിനാറിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് CA ഹാർഡ് വർക്ക് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അതായത് കണ്ടന്റ് പറഞ്ഞ പോലെ വാസ്റ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ബട്ട് ഐ വാസ് റെഡി ടു ഹാർഡ് വർക്ക് ഫോർ ഇറ്റ്. എനിക്ക് പഠിത്തം ഒരു പ്രയോറിറ്റി ആയിരുന്നു. പാരലലി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ടും. ബട്ട് സ്റ്റിൽ പഠിത്തത്തിനുള്ള ടൈം അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഓക്കെ തോന്നി. JEE മെയിൻസിൽ അല്ലെങ്കിൽ IIT കയറാൻ അതിൻ്റെ മുന്നേ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, നമ്മളെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രൻസ് എക്സാമിന് ഞാൻ ജസ്റ്റ് എൻ്റെ മൈൻഡിൽ തോന്നിയാണ്, വേറെ ആർക്കും തോന്നിയിട്ടുണ്ടോ അറിയില്ല. എൻട്രൻസ് എക്സാമിൽ എന്നെക്കാളും കൂടുതൽ കുറച്ച് കുട്ടികൾ പഠിച്ചാൽ മേ ബി ദേ വിൽ ബി ഇൻ ടോപ്പ് ഓഫ് മൈ റാങ്ക്. അപ്പോൾ
ഒരു ലക്ക് ഫാക്ടറും കൂടി ഉണ്ട് എന്തില്, നമ്മുടെ എൻട്രൻസ് എക്സാമിൽ. കാരണം സീറ്റ്സ് ലിമിറ്റഡ് ആണ്. നമ്മൾ എത്ര ഇതിപ്പോൾ 1000, ഒരു എക്സാമ്പിൾ പറയാണ്, 1000 സീറ്റ്സ് ഉള്ളെങ്കിൽ ഞാൻ ആ 1000 പെട്ടില്ലെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടില്ല. മേ ബി ഐ ടു ട്രൈ ഓൺ നെക്സ്റ്റ് ഇയർ. കറക്റ്റ്. അപ്പോൾ ബട്ട് അതിനെ കമ്പയർ ചെയ്തുമ്പോൾ സി എയിൽ എന്താ, പഠിക്കാൻ ടഫാണ്, പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. ബട്ട് ഈ ഒരു സീൻ അവിടെ ഇല്ല. എന്നെക്കാളും കുറച്ച് കുട്ടികൾ കൂടുതൽ പഠിച്ചാൽ അവിടെ എൻ്റെ ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ലാതാവും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ലായിരുന്നു. കാരണം ഫൗണ്ടേഷനിൽ നമുക്ക് പാസിംഗ് മാർക്ക് 100 ആണ് തോന്നുന്നു, 200-ൽ. ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ ഇതൊക്കെ മാറിയിട്ടുണ്ട്. കരിക്കുലവും അതിൻ്റെ മാർക്കിംഗ് പെർസെൻറ്റേജ് ഒക്കെ മാറിയിട്ടുണ്ട്. ബട്ട് ഞാൻ ചെയ്ത സമയത്ത് സി പി ടിയിൽ 200-ൽ 100 മാർക്ക് ഉണ്ടായി നമ്മൾ ക്വാളിഫൈ ആയി. എന്നിട്ട് വി ക്യാൻ ഗോ അറ്റ് വിത്ത് ദ സി എഫ് ഇന്റർമീഡിയറ്റ് ഇൻ ഫൈനൽ. ഈ ഒരു പോയിന്റ് മാത്രമാണ് എന്നെ പെട്ടെന്ന് ട്രിഗർ ചെയ്തത്. ഈ ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒബ്വിയസ്ലി ടഫ് ആണെന്ന് അറിയായിരുന്നു, ബട്ട് ഐ വാസ് റെഡി ടു ഗിവ് മൈ 100% ഫോർ ഇറ്റ്. That's quite inspiring. Yeah. ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കാൻ പുറപ്പെടുന്ന കുട്ടികൾക്ക് അപ്പൊ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് രീതികൾ, ചാർട്ടേഡ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? അറിയേണ്ടത്, ചാർട്ടേഡ് അക്കൗണ്ട്സിന് എല്ലാവരും ഇതിപ്പോൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. മേ ബി ഇപ്പോൾ ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഈ ചാർട്ടേഡ് അക്കൗണ്ട് ഇത്ര പോപ്പുലർ അല്ല. ലൈക്ക് ആസ് ഓൺ വി ആർ 2025, ഞാൻ സി എക്ക് കയറുന്നത് അറൌണ്ട് 2017-18 ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് കോവിഡിൻ്റെ ഒക്കെ മുന്നേ സി എ എന്നുള്ള കോഴ്സ് അറൗണ്ട് എനിക്ക് ഇത്ര പോപ്പുലർ ആയിട്ട് തോന്നിയില്ല. ചിലവർ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ 10th മുതലേ ഫോക്കസ് ചെയ്ത് പോകുന്നവരുണ്ട്. സി എ തന്നെ വേണം. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് 10th കഴിഞ്ഞപ്പോൾ തന്നെ നേരെ കൊമേഴ്സിലേക്ക് പോയി, കൊമേഴ്സ് മാത്സ് എടുത്ത് നേരെ സി എക്ക് പോയി, അങ്ങനെ ആൾക്കാരുണ്ട്. ബട്ട് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത്ര പോപ്പുലർ അല്ലായിരുന്നു. അപ്പം ആ സമയത്ത് ഇത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് തന്നെ കുറെ പേർക്ക് അറിയില്ല. ബട്ട് ഇപ്പോൾ പല ഹോർഡിങ്സും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും സി എൻ്റെ പരസ്യങ്ങൾ എല്ലായിടത്തും കാണാം. ഏത് സിറ്റിയിലായാലും സി എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. അവിടെയൊക്കെ പറയുന്ന ഒരു കാര്യം നമുക്ക് 4 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് ക്വാളിഫൈ ആവാം, പിന്നെ പെട്ടെന്ന് ഒരു ഒപ്പിട്ടാൽ പൈസ കിട്ടും. ആ ഒരു ഇതിലാണ് നമ്മളെ സെല്ലിംഗ് പോയിന്റ് അല്ല, മേ ബി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സെല്ലിംഗ് പോയിന്റ് ആയിരിക്കും. ഈ പോയിന്റ് ഒക്കെയാണ് സ്ട്രൈക്ക് ചെയ്യുക. ബട്ട് ഒപ്പിട്ടാൽ പൈസ കിട്ടും, കാര്യങ്ങളൊക്കെ ശരിയാണ്. ബട്ട് നമ്മൾ അവിടെ എത്തിച്ചേരാൻ സി എ ക്വാളിഫൈ ആയിട്ടും മേ ബി വിൽ ടേക്ക് സം 10-20 years ടു റീച്ച് ദ സ്റ്റേജ്. ബട്ട് ചോദിച്ചാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. പറഞ്ഞ പോലെ ഒന്നാമത്തെ പോയിന്റ്, കണ്ടന്റ് ഈസ് വെരി വാസ്റ്റ്. ഓരോ സബ്ജക്റ്റും അതിൻ്റെ ഡെപ്തിൽ പഠിച്ച് മനസ്സിലാക്കണം. സെക്കൻഡ് പോയിന്റ്, നമ്മൾ എഫേർട്ട് ഇടണം. നമ്മൾ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കണം. കാരണം നമുക്ക് ഇതിന്റെ എക്സാമിന്റെ പാറ്റേണും ഡിഫറെന്റ് ആണ്. അതായത് ഒറ്റ അറ്റംപ്റ്റ് പറയാൻ പറ്റില്ല. 8 പേപ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 6 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ 8 പേപ്പേഴ്സ് നമുക്ക് പാർട്ടായിട്ട് എഴുതാം, 4 ആയിട്ട് എഴുതാം. ഈ 4 പേപ്പേഴ്സ് നമ്മൾ ഒരുമിച്ച് എഴുതണം. ഞാൻ 8 പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്തത്, അത് 8 ഐറ്റംസ് ഒരുമിച്ച് അറ്റംപ്റ്റ് ചെയ്ത് ഒരുമിച്ച് പാസ്സാകാൻ എനിക്ക് പാസ്സാകാൻ പറ്റി. ബട്ട് ഞാൻ ഒരു അൺറിയലിസ്റ്റിക് എക്സാമ്പിൾ പറയാം. ഇതിപ്പോൾ 8 പേപ്പേഴ്സ് ഒരാൾ പ്രിപ്പയർ ചെയ്തു. ബട്ട് 2 ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പിന് ഒരു സബ്ജക്റ്റിന് നമുക്ക് റിക്വയർഡ് മാർക്ക് ഒരു മാർക്ക് കുറഞ്ഞാൽ നമുക്ക് 2 ഗ്രൂപ്പ്സ് വീണ്ടും എഴുതേണ്ടി വരും ഫുള്ളായിട്ട്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു സബ്ജക്റ്റ് പാസ്സായാൽ നമുക്ക് അത് അവിടെ വെച്ചിട്ട് ബാക്കി ചെയ്താൽ പറ്റും. ഇതങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ചോദിച്ചാലും ഞാൻ പറയുന്നത്, ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, കൺസെപ്റ്റ്സ് മനസ്സിലാക്കുക. പിന്നെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ കേരളത്തിലും എവിടെ പുറത്ത് പോകണമെന്നില്ല, നമ്മുടെ കേരളത്തിൽ തന്നെ സി എക്ക് വേണ്ടി വളരെ അടിപൊളി ടീച്ചേഴ്സ് ഉണ്ട്, ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ ഹെൽപ്പ് തേടുക. കുറേ പേര് ഒറ്റയ്ക്ക് പഠിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ഫൗണ്ടേഷനും ഇന്റർമീഡിയറ്റ് ഒക്കെ കുറച്ച് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ഫൈനലൊക്കെ ഒറ്റയ്ക്ക് പഠിക്കുന്ന കുറേ പേരുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുന്നത് പറഞ്ഞാൽ അത്രയും കൺസെപ്റ്റ് കുറേ ഉള്ളതാണ് എല്ലാവരും പഠിക്കാൻ പറ്റുന്നത്. ബുദ്ധിമുട്ടാണോ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. ജസ്റ്റ് കൺസെപ്റ്റ് ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, ഇത്തിരി കണ്ടന്റ് വാസ്റ്റ് ആണ്. ഈ എക്സാമിന്റെ ലിമിറ്റേഷൻസ്, പാസ് പെർസെന്റേജ് ഒക്കെ കൊണ്ടാണ് ഇത് ബുദ്ധിമുട്ടായി വരുന്നത്. അപ്പോൾ ആരെങ്കിലും എടുക്കണമെന്ന് ചോദിച്ചാൽ, ഇഫ് യു ആർ റെഡി ടു ഹാർഡ് വർക്ക്, യു ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ്. അത്രേ ഉള്ളൂ. 8 പേപ്പേഴ്സ് ഒരുമിച്ച് എഴുതിയിരുന്നു അഭിമന്യു? എന്റെ കേസിൽ ഞാൻ 8 പേപ്പേഴ്സ് ഒരുമിച്ച് എഴുതിയിരുന്നു. ഒരുമിച്ച് ക്ലിയർ ആയി? പാസ് പെർസെന്റേജ് കിട്ടി. നമുക്ക് എക്സാമിൽ നമുക്ക് 1 ഡേ ഇന്റർവെല്ലാണ് എക്സാം ഉണ്ടാവുക. ഇപ്പം മൺഡേ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ട്യൂസ്ഡേ ലീവ്, വെനസ്ഡേ നെക്സ്റ്റ് എക്സാം. അങ്ങനെയായിരുന്നു 8 പേപ്പേഴ്സ് ഉണ്ടാവുക. യെസ്, എന്തോ ലക്ക് കൊണ്ടാണോ വർക്ക് കൊണ്ടാണോ അറിയില്ല, കിട്ടിയിട്ടുണ്ട്. നമുക്ക് എക്സാമിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, കുറെ മോക്ക് ടെസ്റ്റ് ചെയ്താം. എന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താം. എങ്ങനെ നമുക്ക് എക്സാം, ആർ വി റെഡി ഫോർ ദ എക്സാം? കാരണം നമുക്കറിയാം എത്ര കണ്ടന്റ് ഉണ്ട്, എന്തൊക്കെ എക്സാം വരിക, എന്തൊക്കെ ക്വസ്റ്റ്യൻ വരിക. നമ്മൾ അങ്ങനെയൊക്കെ വിലയിരുത്തിയിട്ട് വേണം നമ്മുടെ എക്സാമിന് പോകാൻ. പിന്നെ സി എന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇതിപ്പോ ഫൗണ്ടേഷൻ പാസ്സായി, വിത്തിൻ 9 months നിങ്ങൾക്ക് പാസ് ആവണമെന്നില്ല. സി എ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ബോഡി. അത്
ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവര് ഈ കോളേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ജസ്റ്റ് എക്സാം നടത്തുന്നു, അവർ വാലിഡേറ്റ് ചെയ്യുന്നു, പ്രൊഫഷണൽ ഡിഗ്രി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് CA ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വിത്തിൻ 9 months തന്നെ CPT ഇന്റർമീഡിയറ്റ് എഴുതുന്നില്ല. നമുക്ക് വിത്തിൻ 5 years 6 years ചെയ്താം. ബട്ട് ഇറ്റ് ഡിപ്പെൻസ് ഓൺ അസ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇൻകം ഉണ്ടാവില്ലല്ലോ. നമ്മൾ എത്രയും പെട്ടെന്ന് പാസ്സാകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പാസ്സാവുക. ഓക്കെ, That's it. അങ്ങനെ നല്ല കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് CAക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പലതും ഉണ്ട്. ഡിപ്പെൻസ്. നമ്മൾ മെയിൻലി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും കൂടുതൽ നമ്മൾ ഫാക്കൽറ്റീസിനെ നോക്കുക. ലൈക്ക് നമ്മൾ ഫീഡ്ബാക്ക് നോക്കും കുട്ടികളുടെ. ഇപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൻസ് ഐ വുഡൻ നെയിം വൺ ആസ് ഓഫ് നൗ, ബട്ട് ഫാക്കൽറ്റീസിനെ നോക്കിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ. ബട്ട് ചില കുറേ കോഴിക്കോടുള്ള മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അത്യാവശ്യം നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. കാരണം ഞാൻ അവിടെ പഠിച്ചത്. എനിക്ക് കേരളത്തിലാണ് പഠിച്ചത്? ഞാൻ ഫൗണ്ടേഷനും ഇന്ററും കേരളത്തിൽ തന്നെ പഠിച്ചു ഫുൾ ടൈം. പിന്നെ ഫൈനലായപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു ആർട്ടിക്കൽഷിപ്പ് ചെയ്തത്. ആർട്ടിക്കൽഷിപ്പ് പറഞ്ഞാൽ ഈ CAന്റെ കൂടെ തന്നെ ആഫ്റ്റർ ഫസ്റ്റ് 2 എക്സാംസ് നമുക്കൊരു 3 year ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മേ ബി 2 years ആയിട്ട് കുറച്ചിട്ടുണ്ട് തോന്നുന്നു. ബട്ട് ഈ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ ലിറ്ററലി വർക്ക് ചെയ്യാണ്. അതാണ് CAന്റെ ഒരു ബെനിഫിറ്റ്. നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഓൺ ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. കാരണം ഇപ്പോൾ ബിടെക് അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ CAന്റെ വാല്യൂ കൂടാനുള്ള ഒരു കാരണം ക്വാളിഫൈ കഴിഞ്ഞാൽ നല്ല പാക്കേജ് കിട്ടുന്നത് ഒന്ന് എക്സ്പീരിയൻസ് ആണ്. Even though it doesn't count as actual experience, but everyone knows that we have this relevant experience in CA field. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എടുത്തിരുന്ന ബെസ്റ്റ് ഫാക്കൽറ്റീസ്, അപ്പോൾ കോവിഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ബെസ്റ്റ് ഫാക്കൽറ്റീസിൻ്റെ ഓരോ ക്ലാസ്സസ് നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് വാങ്ങി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ആ സമയം എന്ന് പറയുന്നത് ഒരു ചില്ലായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഫ്രീക്ക് ഔട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഏത് നമ്മളെ 18 years ആ ഒരു ഏജിലാണല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉം. അങ്ങനെ ഫോക്കസ്ഡ് ആയി ഒരു ടഫ് എക്സാം പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്തപ്പോൾ ലൈഫിൽ എന്തൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു? വേണ്ടെന്ന് വെക്കേണ്ടി വന്ന വലുതായിട്ടൊന്നും വേണ്ടെന്ന് വെക്കുന്ന തോന്നിട്ടില്ല. മേ ബി ടൈം കുറച്ചും കൂടി കൊടുക്കേണ്ടി വന്നു. മേ ബി +2 വരെ നമ്മൾ പഠിപ്പിന് നമ്മളൊരു 50% എഫേർട്ട് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ +2 കഴിഞ്ഞ് CAയിലേക്കാണ് പോകുന്നതെങ്കിൽ മേ ബി ഒരു ഐ വുഡ് സേ 70-80% കൊടുക്കും. കാരണം അൺലൈക്ക് അത് കോളേജസ്, വി ഡോണ്ട് ഹാവ് കോളേജ് ലൈഫ്. പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ മാത്രമാണ് പോകുന്നത്. എന്ത് കോച്ചിങ്ങിനാണ് പോകുന്നത്. കോളേജ് പറയുമ്പോൾ അവിടെ അതർ ആക്ടിവിറ്റീസ്, പിന്നെ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും പല ഫ്രണ്ട്സും കാര്യങ്ങളും കൊണ്ടുപോകുന്നതും ബാഡ് അല്ല എന്നല്ല പറയുന്നത്. ബട്ട് നമ്മൾ ഈ റൂട്ടിൽ കയറിയാൽ നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് സാക്രിഫൈസ് ചെയ്യാണ് CA ജോയിൻ ചെയ്യുമ്പോൾ തന്നെ. എന്ത് കോളേജ് ലൈഫ് ഉള്ളത് നമുക്ക് സാക്രിഫൈസ് ചെയ്യും. പിന്നെ ഫ്രണ്ട്സിനൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന വരും. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത്, നമ്മൾ ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഇങ്ങനെ കയറി വരുന്ന ടൈം ആയിരുന്നല്ലോ. അപ്പോൾ എൻ്റെ കൂടുതൽ സ്ക്രീൻ ടൈം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. എല്ലാവരും ആവറേജ് ടൈം ആകുമ്പോൾ നമ്മൾ എല്ലാവരും സ്ക്രീൻ ടൈം ഇപ്പോൾ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുക. എവരി വൺ ഈസ് ഫോക്കസ്ഡ് ഓൺ ഇൻസ്റ്റാഗ്രാം ഓർ യൂട്യൂബ്. യു വൺ ഈസ് ട്രൈങ് ടു ബി ഡിജിറ്റൽ. അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും ഉണ്ട്, നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. ബട്ട് സ്ക്രീൻ ടൈം കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ സ്ക്രീൻ ടൈം കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാനുള്ള ടൈം കൊടുക്കാൻ പറ്റില്ല. ഇൻഡയറക്ട്ലി ആണോ ഡയറക്ട്ലി ആണോ നമ്മൾ വിൽ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അപ്പോൾ ഞാൻ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് നിർത്തി, അറ്റ്ലീസ്റ്റ് ഫോർ CPT ആൻഡ് IP ഇന്റർമീഡിയറ്റ്. ആഫ്റ്റർ ദാറ്റ് ബാംഗ്ലൂർ പോയപ്പോൾ എനിക്ക് പിന്നെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സസ് കേൾക്കാനും കാര്യത്തിനൊക്കെ. ബട്ട് അതുവരെ ഫോണിൻ്റെ യൂസസ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചു. ഈ 3 കാര്യങ്ങൾ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്തു. പിന്നെ കല്യാണം കാര്യത്തിലൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല. പഠിത്തത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യുക കുറച്ച് കാലം. ബട്ട് അതിൻ്റെ ബെനിഫിറ്റ് നമുക്കിപ്പോൾ റീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പലരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പലരും ജോലി കിട്ടാതിരിക്കുമ്പോഴും ആ ഒരു 23 ഏജിൽ ജോലി കിട്ടി സെറ്റിലായി. ദാറ്റ് വാട്ട് എ വെരി ഗുഡ് പാക്കേജ്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാം നമുക്ക് ടൈം ആ സമയത്തല്ല. അപ്പോൾ 23 ആയപ്പോഴേക്കും യു ഗോട്ട് ഇൻ ടു എ ജോബ്. ഐ ഗോട്ട് ഇൻടു എ ജോബ്. വണ്ടർഫുൾ. ഓക്കെ, അപ്പൊ അതുവരെയുള്ള സാക്രിഫൈസ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട്സും ഫാമിലിയും ഓറിയന്റഡ് ആയിട്ടുള്ള പ്ലേസസ് നിന്ന് മാറി നിൽക്കുക, പിന്നെ ആൻഡ്രോയിഡ് ഫോൺ കംപ്ലീറ്റ്ലി ഒഴിവാക്കി എന്നാണ് പറഞ്ഞത് അല്ലേ? ഞാൻ ഒഴിവാക്കിയിരുന്നു. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയും ഒഴിവാക്കുന്ന പറയാൻ പറ്റില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പേരുണ്ട്. ഇതിപ്പോൾ എൻ്റെ പാരൻസിനെ നമുക്കറിയാം എന്തും പഠിക്കുകയാണ്. അപ്പോൾ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാനും വരില്ല. നമ്മളെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ പരിപാടിക്കൊന്നും വരണമെന്നും പറയില്ല. ഫ്രണ്ട്സും അതേപോലെ തന്നെ. ലൈക്ക് നമ്മൾ ആ ഒരു ഏരിയക്ക് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ആ ഒരു സർക്കിൾ തന്നെ ആവുമല്ലോ. അപ്പോൾ ദേ ഓൾസോ നോ വാട്ട് വി ആർ ഗോയിങ് ത്രൂ ആൻഡ് ദേ സപ്പോർട്ട് അസ്. സോ അൺനെസസറി ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ കമ്പൈൻ സ്റ്റഡിക്ക് പോകും. അപ്പോൾ ഒക്കെ നമ്മൾ കൂടുതൽ ബെനിഫിറ്റ് വരുള്ളൂ. So your friends were so understanding, huh? Yeah, they were. Okay. Chartered ബട്ട് accountant. ആവശ്യത്തിന് നമ്മൾ എൻജോയ്മെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ഇല്ലാന്നല്ല. ലൈക്ക് നമുക്ക് അറിയാൻ പറ്റണം നമ്മളെ കൺട്രോൾ എങ്ങനെ വരുന്നത്. അപ്പൊ ഒരു ദിവസം എത്ര അവേഴ്സ് പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു? നമ്മൾ ഫൗണ്ടേഷൻ ആ സമയത്തായിരുന്നു. കോച്ചിങ് കൂടുതലാണെങ്കിൽ അറൗണ്ട് മോർണിംഗ്
അറൗണ്ട് 9 to ഈവനിങ് 5-6 കോച്ചിങ് ഉണ്ടായിരുന്നു. പ്ലസ് മേ ബി ഒരു 2 hours ബ്രേക്ക് എടുത്താൽ മേ ബി ഒരു നെക്സ്റ്റ് 4-5 hours. So I would say some 15-16 hours. 16 hours you are working. അതൊരു പീക്ക് ടൈം ആയപ്പോൾ, തുടക്കത്തിലൊന്നും അത്ര ഇല്ലായിരുന്നു, ബട്ട് ഓൺ ആൻ ആവറേജ് ഐ വുഡ് സേ 14 to 15 hours. ഓക്കെ. അപ്പോ ആദ്യത്തെ എക്സാം എഴുതിയപ്പോ തന്നെ ക്ലിയർ ആവും എന്നുള്ളൊരു വിശ്വാസം? ഇല്ലില്ല, ആ ഒരു പ്രതീക്ഷ ആർക്കും ഉണ്ടാവില്ല, എസ്പെഷ്യലി സി എയിൽ. കാരണം നമുക്ക് എങ്ങനെയാണ് വാല്യുവേറ്റേഴ്സ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഡിപ്പെൻസ്, നമ്മൾ എത്രത്തോളം കുറേയൊക്കെ നമുക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എസ്പെഷ്യലി ഞാൻ ഫസ്റ്റ് ഇന്റർ CPT പിന്നെയും എനിക്ക് ഓക്കെ ആയിരുന്നു, കാരണം ഫസ്റ്റ് കുറച്ച് അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ബട്ട് ഇന്ററും ഫൈനലും ഐ നെവർ എക്സ്പെക്ടഡ് ദാറ്റ് ഐ വിൽ ക്വാളിഫൈ ഇൻ മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ. പാരലലി ഇതും ചെയ്തിരുന്നോ ഡിഗ്രി? പാരലലി ഡിഗ്രി ചെയ്തിരുന്നു, ബട്ട് ഇറ്റ് വാസ് എ ഡിസ്റ്റന്റ് ഡിഗ്രി. നമ്മൾ ഡിഗ്രി ബികോമാണ് ചെയ്തത്, ബട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ CAൻ്റെ ടോപ്പിക്സും ഡിഗ്രിയുടെ ടോപ്പിക്സും അറൗണ്ട് 90% സെയിമാണ്. ലൈക്ക് എക്സ്ട്രാ കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവുന്നുള്ളൂ, ലൈക്ക് ലാംഗ്വേജ്, മേ ബി സോഷ്യൽ സ്റ്റഡീസ്, അങ്ങനെ കുറച്ച് ലാംഗ്വേജ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ മേ ബി 1 or 2 ഡേയ്സിന് മുന്നേ റീഡ് ചെയ്ത് പോയാൽ മതിയാവും. ഞാൻ പിന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് എടുത്ത്. അപ്പോൾ മേ ബി CA ഇൻസ്റ്റിറ്റ്യൂട്ടും IGNO, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി തമ്മിലൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് നമ്മൾ ഇന്റർ ക്വാളിഫൈ ചെയ്തെങ്കിൽ നമുക്ക് BCom ഗ്രാജുവേഷൻ മേ ബി ആ എക്സ്ട്രാ പേപ്പേഴ്സ് മാത്രമേ എഴുതിയാൽ മതി. കാരണം ടോപ്പിക്സ് സെയിം അല്ലേ, ഫിനാൻസ് ടോപ്പിക്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്ട്രാ സബ്ജക്ട്സ് മാത്രമേ എഴുതിയാൽ മതിയായിരുന്നു. അപ്പം ഞാൻ അത് എഴുതിയിട്ടാണ് BCom എടുത്തത്. ചാർട്ടേഡ് അക്കൗണ്ടൻസി ബട്ട് ഈവൻ ഇഫ് യു ആർ നോട്ട് ഗോയിങ് ഫോർ IGNO അല്ലെങ്കിലും നമുക്ക് അതർ ഇതിലും സെയിം ആണ്, കാരണം നമ്മൾ പഠിക്കുന്ന സെയിം ടോപ്പിക്കാണ് അവരുടെ കരിക്കുലത്തിൽ ഉണ്ടാവുക. ലൈക്ക് വി ആർ ആക്ച്വലി സ്റ്റഡിങ് മോർ ദാൻ വാട്ട് ഈസ് റിക്വയർഡ്. സോ ബുദ്ധിമുട്ടാവില്ല പാരലി എടുക്കാൻ, ആൻഡ് യു വോണ്ടിന്റ് ഹാവ് ടു സ്പെൻഡ് മോർ ടൈം ഓൺ ദാറ്റ്. സോ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഈവൻ ദോ പറഞ്ഞ പോലെ CA ടഫാണ്, ഒരു ലക്കിന്റെ ഗെയിമും കൂടിയാണ്, ബട്ട് അതിന്റെ BCom എപ്പോഴും ആവശ്യമുണ്ടോ ഉള്ളത് എന്നുള്ളതാണ്. നല്ലതാണ്. സോ CA പാസ്സായ ഒരാൾക്ക് ഒരു ഡിഗ്രിയുടെ ആവശ്യം വേറെ ഉണ്ടോ? CA പാസ്സായ ആൾക്ക് CA എന്നുള്ള പ്രൊഫഷൻ എന്താണ് സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ ജോലി കിട്ടാം. നത്തിങ് എൽസ് ഈസ് റിക്വയർഡ്. ബട്ട് BCom ഈസ് റിക്വയർഡ് വെൻ, എന്താ പറയുക, സപ്പോസ് യു വാണ്ട് ഗോ ഫോർ ഹയർ സ്റ്റഡീസ് ഇൻ ഔട്ട്സൈഡ്. നമ്മൾ മേ ബി ഡിപ്ലോമ എന്തെങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചോ, പുറത്ത് എവിടെ, അബ്രോഡ് കൺട്രീസിൽ, അല്ലെങ്കിൽ നമുക്ക് MBA ചെയ്യണമെന്ന് വിചാരിച്ചോ, ആ മേ ബി ഹയർ സ്റ്റഡീസിന് പോകാൻ നമുക്ക് ഡിഗ്രി ആവശ്യമുണ്ട്. അല്ലാതെ ജസ്റ്റ് CA ഇഫ് യു ആർ ഗോയിങ് ത്രൂ ഓൺലി CA റൂട്ട് ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. ഇതിപ്പോൾ എല്ലാവരും ഇപ്പോൾ CA പഠിച്ചിട്ട് പലരും CA പഠിച്ചിട്ട് നമ്മൾ ബിസിനസ്സിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇതിൻ്റെ എക്സ്പീരിയൻസ് മാത്രം മതി. ചിലർ CA എടുത്തിട്ട് MBA പോകുന്നവരുണ്ട്, അവർ കൺസൾട്ടിങ് സൈഡിൽ പോകുന്നു. CA ചെയ്തിട്ട് കൺസൾട്ടിങ് ചെയ്യുന്നവരുണ്ട്, MBA എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CA എടുത്തിട്ട് മേ ബി ഫിനാൻസിൽ എന്താണ് മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് പോകുമ്പോൾ ഡിഗ്രി ഒരു മാൻഡേറ്റ് ആണ്. ബട്ട് ഐ തിങ്ക് നൗ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് റെക്കഗ്നൈസ് CA ആസ് എ വാലിഡ് ഡിഗ്രി ആയിട്ട് പറയുന്നുണ്ട്. അതായത് CA ഇന്റർമീഡിയറ്റ് ഡിഗ്രീന് ഈക്വലൻറ്റും CA ഫൈനൽ PGക്ക് ഈക്വലൻറ്റും ഉള്ള പോലെ പറയുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ ഡിഗ്രി. അതാണ് എൻ്റെ നെക്സ്റ്റ് ചോദ്യം. CA ഇന്ത്യയിൽ മാത്രമാണോ വാലിഡിറ്റി ഉള്ളത്? അബ്രോഡ് കൺട്രീസിൽ വാലിഡ് ആണോ? അതോ അതിന് ഈക്വലന്റ് ആയിട്ട് വേറെ CMA പോലെ? ഓക്കെ, സോ ഇന്ത്യ കോർ CA കോർലി മീൻസ് ബേസ്ഡ് ഓൺ ഇന്ത്യ. ബട്ട് ദർ ആർ അതർ കൺട്രീസ് ഹു വാലിഡ് വാട്ട് യു സേ CA റെക്കഗ്നൈസ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ട്. എക്സാക്ട് കൺട്രീസ് ഐ ഹാവ് ടു ലുക്ക് ഇറ്റ് അപ്പ്, ബട്ട് കൺട്രീസ് ഉണ്ട്. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ US, ആ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ കോഴ്സ് ഉണ്ട്. അതായത് ഇന്ത്യയിലൊരു CA ഉള്ള പോലെ US ഇറ്റ്സ് CPA അല്ലെങ്കിൽ CAE, അങ്ങനെ പല കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതെടുക്കുന്ന UK ഒക്കെ പോകണമെങ്കിൽ എടുക്കുന്നതല്ല. നമുക്ക് പഠിക്കാൻ, നമ്മൾ CA പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് ഓൾമോസ്റ്റ് 50-60% സിമിലർ ആയിരിക്കും. പരീക്ഷ സർട്ടിഫിക്കേഷൻ എടുത്താൽ മതി. അപ്പോൾ CA വാലിഡ് ആണെന്ന് ചോദിച്ചാൽ വാലിഡ് ആണ് പല കൺട്രീസിലും. മേ ബി ഇൻ സിംഗപ്പൂർ ആൻഡ് ഓൾ പല കൺട്രീസിൽ ഇറ്റ്സ് വാലിഡ് ആണ്. ഐ ഡോണ്ട് നോ ദ എക്സാക്ട് കൺട്രി ലിസ്റ്റ്. ബട്ട് ദർ ആർ അതർ കൺട്രീസ് നമുക്ക് കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിൽ ACCA പറഞ്ഞ കോഴ്സ് ഉണ്ട്. ACCA UKൻ്റെ CA ഇക്വലൻ്റ് ആണ്, ACCA. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ചോദിച്ചാൽ ACCAക്കാണോ CAക്കാണോ വാല്യൂ ചോദിച്ചാൽ ഒബ്വിയസ്ലി CAക്കാണ് വാല്യൂ, പറയുമല്ലേ. അതേപോലെ ഇറ്റ്സ് ഇൻ ദെയർ കൺട്രീസ് ഓൾസോ. വാല്യൂ ഉണ്ടോ ചോദിച്ചാൽ വാല്യൂ ഉണ്ട്, ബട്ട് ദെയർ ഡിഗ്രി വിൽ ബി മോർ വാട്ട് യു സേ വാല്യുബിൾ ദാൻ ദ അബ്രോഡ് ഡിഗ്രി. അതുപോലെ ഒരു കോഴ്സ് അല്ലേ ICWA? ICWA അതേപോലൊരു കോഴ്സാണ്. ഓക്കെ. ഒരു ഡ്രീം ഉണ്ടായി, ഗോൾ സെറ്റ് ചെയ്തു, 22 വയസ്സിനുള്ളിൽ ആ ഗോളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി ഒരു ഫീൽഡിൽ ഇനി എന്തൊക്കെ സ്ഥാനമാനങ്ങൾ നേടാനാകും? ഒരു CA അൾട്ടിമേറ്റ്ലി എത്താൻ പറ്റുന്ന ഒരു ലെവൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? CA അൾട്ടിമേറ്റ്ലി എത്താൻ പറ്റുന്ന ലെവൽ എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് സ്കൈ ഇസ് ദ ലിമിറ്റ് എന്നാണ് ആക്ച്വലി പറയാൻ പറ്റുക.
കാരണം CA പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കോർ ഓഫ് ഫൈനാൻസ്. ഫൈനാൻസ് എവിടെയൊക്കെ ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഇൻ എവറിത്തിങ് ഇൻവോൾവ് ഇൻ ഫൈനാൻസ്. ഈവൻ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ സ്കൂൾ, ഈവൻ ഇഫ് യു ആർ ഡൂയിങ് എനി ബിസിനസ്, എന്ത് ചെയ്യുകയാണെങ്കിലും ദേ നീഡ് എ ഫൈനാൻസ്. മണി ലൈക്ക് വേൾഡ് റൺസ് ഓൺ മണി എന്ന് പറയുന്ന പോലെ എവിടെ ഫൈനാൻസ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ എന്താണ് ഇതിപ്പോൾ CA പഠിച്ചു കഴിഞ്ഞിട്ട് മേ ബി ഇതിപ്പോൾ ഞാൻ ചെയ്ത പോലെ ഏതെങ്കിലും കോർപ്പറേറ്റിൽ ജോയിൻ ചെയ്യാം. ലൈക്ക് വി ക്യാൻ വർക്ക് ഫോർ അവർ കമ്പനി, നമ്മുടെ ഫിനാൻസസ് നോക്കിയിട്ട് ചെയ്യാം. ദ നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് വി ക്യാൻ പ്രൊട്ടസ്റ്റ് ഫോം, നമ്മളൊരു ഫോം സ്വന്തമായിട്ട് ഇടുക, നമുക്ക് എന്നിട്ട് മറ്റു കമ്പനീസിൻ്റെ വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാം. തേർഡ് ഓപ്ഷൻ എന്താണ്, നമുക്ക് അബ്രോഡ് പോവാം. അബ്രോഡ് ഇതേപോലെ ഫോം ഇടാം അല്ലെങ്കിൽ കമ്പനീസിൽ ജോയിൻ ചെയ്യാം. പിന്നെ കുറേ പേര് ബിസിനസ്സിലേക്ക് പോകുന്നവരുണ്ട്. ഈ CA നോളജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ദേ ഹവ് ബീൻ ഗ്രോയിങ് വെരി വെൽ എന്ത് ബിസിനസ്സിൻ്റെ പല വലിയ ബിസിനസ് ഒന്ന് ഷാർക്ക് ടാങ്ക് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പല ആൾക്കാരും CA കഴിഞ്ഞ് വരുന്നവരാണ്. പിന്നെ അപ്പോൾ അതാണ് സ്കൈ ഇസ് ദ ലിമിറ്റ്, നമുക്ക് ഏത് റൂട്ടിൽ വേണമെങ്കിലും പോവാം. കാരണം നമുക്ക് ഈ ഒരു കോർ നോളജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ ഐ വുഡൻ റെസ്ട്രിക്ട് ഇറ്റ് ഒരു എൻഡ് ഓഫ് ഡ്രീം എന്ന് പറയാൻ പറ്റില്ല. സ്കൈ ഇതിപ്പോൾ പേഴ്സണൽ ഫൈനാൻസസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ ഇലോൺ മസ്ക് ആണോ എന്നറിയില്ല, ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ്സ് കറക്റ്റ് സംവെയർ. ഇപ്പോൾ ഏതോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഏതോ ഒരു ബിഗ് കമ്പനീൻ്റെ ഒരു CEOയുടെ CFOയുടെ ഒരു അഡ്വൈസർ എന്ന് പറയുന്നത്. ആൻഡ് ഹീ ഈസ് ഏണിംഗ് പ്രിറ്റി വെൽ. സോ എവിടെ വേണമെങ്കിലും നമുക്ക് കയറിച്ചെല്ലാം. നേരത്തെ പറഞ്ഞല്ലോ, യുവർ സിഗ്നേച്ചർ ഈസ് വെരി പ്രഷ്യസ്. അതായത് ഒരു ഒപ്പിട്ട മതി സാലറി കിട്ടാൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ, ഐ മീൻ ഫസ്റ്റ് ഇതിൽ തന്നെ എത്താൻ സാധിക്കുമോ? CA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ CA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒപ്പിട്ട പൈസ കിട്ടും എന്നുള്ള ലെവലിൽ എത്തും. ബട്ട് ആ പൈസേൻ്റെ ക്വാണ്ടം കുറച്ച് കുറവായിരിക്കും, അത്രേ ഉള്ളൂ. സോ ഇതിപ്പോൾ നമ്മൾ പറയില്ലേ, ഇതിപ്പോൾ ചിത്രകാരന്മാർ ചിത്രം വരയ്ക്കുന്നത് മേ ബി 5 മിനിറ്റ്സിൽ വരയ്ക്കുന്നതും മേ ബി 1 അവർ എടുത്ത് വരയ്ക്കുന്നതും, ആ 5 മിനിറ്റ്സിൽ എത്താൻ നമുക്ക് എന്ത് ചെയ്തു, മേ ബി വി വുഡ് ഹാവ് ടു ഗിവ് സം 10,000 rupees. ആ ഒരു എത്താൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു 5 years സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് സെയിം ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മളൊരു CA ജോയിൻ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത് കിട്ടുന്ന ചെറിയ വർക്കായിരിക്കും. ആ ചെറിയ വർക്ക് നമുക്ക് ചെറിയ എന്താണ് എമൗണ്ട് ഈടാക്കാൻ പറ്റുള്ളൂ. ബട്ട് ഗോയിങ് ഡൗൺ ദ ലൈൻ വെൻ വി ഗെറ്റ് അവർ എക്സ്പീരിയൻസ്, വെൻ വി ബിൽഡ് അവർ നെയിം, നമ്മുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് പവർ വരും. ആ സമയത്ത് നമ്മളൊരു ഡിസിഷൻസ് ആയിരിക്കും അവരുടെ എൻറ്റയർ കമ്പനിയിൽ മാറ്റങ്ങൾ വരുത്താൻ ചാൻസ് ഉള്ളത്. അവർ വേർഡ് മാറ്റേഴ്സ്. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ സൈൻ ചെയ്താലേ ആ ഒരു കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ലൈക്ക് ദർ ഇസ് സംതിങ് കോൾഡ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ സൈൻ ചെയ്യണം. ലൈക്ക് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇറ്റ്സ് എ റൂൾ ഇൻ ആസ് പെർ കമ്പനീസ് ആക്ട് ഓഫ് ഇന്ത്യ. ഓൾ കമ്പനീസ് എന്ത് ചെയ്യണം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്തിട്ട് ഓഡിറ്റർ സൈൻ ചെയ്താലേ അവർക്ക് നെക്സ്റ്റ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഫൈൻസ് പെനാൽറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ തന്നെ ഫസ്റ്റ് എത്തിക്കൊള്ളണമെന്നില്ല. ബട്ട് ഐ നോ പീപ്പിൾ ഹൂ ആഫ്റ്റർ ആ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ എ സൈൻ ദേ ആർ ഏർണിംഗ് ക്രോസ്. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതാണ് നമ്മളൊരു ഫോം ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് തന്നെ വലിയ ബിസിനസ് വരില്ല. ബട്ട് ഗ്രോയിങ് ഡൗൺ ദ ലൈൻ വിൽ ഗെറ്റ് മോർ ബിസിനസ്സസ്. സോ ആഫ്റ്റർ ക്വാളിഫൈങ് ഒപ്പിട്ട പൈസ കിട്ടുക വെച്ചാൽ കിട്ടും, ബട്ട് വിൽ ബി വെരി ലെസ്. ഞാൻ ഡിസപ്പോയിന്റ് ചെയ്യാൻ പറയില്ല, ബട്ട് ഇറ്റ് വിൽ ബി പ്രിറ്റി ഗുഡ്. ബട്ട് ലൈക്ക് നമ്മൾ 22-23 ആണെങ്കിൽ നമുക്കൊരു സൈൻ ചെയ്യാനുള്ള അതോറിറ്റി കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ഓക്കെ, ആദ്യ സാലറിയിൽ നിന്ന് എന്താണ് വാങ്ങിയത്? ആദ്യ സാലറിയിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. ഐ സ്പെൻഡ് സം മണി ഓൺ മൈ പാരൻസ്. ലൈക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി, പാരൻസിനെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്തു, അത്രേ ഉള്ളൂ. മേ ബി ഫ്രം നെക്സ്റ്റ് ഒരു ഐഫോൺ വാങ്ങുന്ന ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് ആ ഒരു ഫസ്റ്റ് സാലറി തന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. കുറച്ചായി വാട്ട് ഡു യു സേ എമൗണ്ട് ഒരു കൂട്ടി വെച്ചിട്ടാണ് പിന്നെ ഒരു 3-4 months ശേഷം വാങ്ങിയത്. ഫസ്റ്റ് പർച്ചേസ് ഐ വുഡ് സേ an iPhone, but I wouldn't say it's from first salary. ഓക്കെ. Yeah. ഓക്കെ, കുട്ടികൾക്ക് സ്വപ്നം കൈവരിക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു ഗുണം എന്തായിരിക്കും? സ്വപ്നം കൈവരിക്കാൻ ഐ വുഡ് സേ ഹാർഡ് വർക്കിംഗ്. അതായിരിക്കും. ലൈക്ക് നമ്മളൊരു റൂമിൽ 10 പേരുണ്ടെങ്കിൽ പലരും ചിലപ്പോൾ ഇന്റലിജന്റ് ആവാം, ചിലപ്പോൾ ഇന്റലിജന്റ് അല്ലാതായിരിക്കാം. ബട്ട് പേഴ്സൺ ഹൂ ഹാർഡ് വർക്ക്സ് ആക്ച്വലി സ്റ്റാൻഡ്സ് ഔട്ട് എന്ന് പറയുന്ന പോലെ. ഇന്റലിജൻസ് ഡസന്റ് മാറ്റർ ഇഫ് യു ആർ ഹാർഡ് വർക്കിംഗ്. മാറ്റർ ആണോ വെച്ചാൽ ഡിപ്പെൻസ് എവിടെയാണ്. ബട്ട് ഹാർഡ് വർക്കിംഗ് ഓൾവേസ് പേസ് ഓഫ്. ദാറ്റ്സ് ട്രൂ. ആദ്യം നീറ്റ്, JEE, and then at last you reached CA. Are you happy I'm pretty happy and I won't about regret your anything. choice? Yes, വളരെ ഹാപ്പിയാണ്. ഒരു വട്ടം റിഗ്രറ്റ് ചെയ്യുന്നില്ല. വെരി ഹാപ്പി. എവറിത്തിങ് ഹാസ് ഗോൺ ഇൻ ദ റൈറ്റ് വേ. സോ ഇറ്റ് വാസ് എ പ്രിറ്റി ഗുഡ് ഡിസിഷൻ. ആ ഒരു ഡിസിഷൻ മാറിയത് തന്നെ എന്തോ നല്ലതായിട്ട് തന്നെ തോന്നുന്നു. പാരന്റ്സിന്റെ റോൾ ഇൻ യുവർ കരിയർ ലൈഫ്? പാരന്റ്സിന്റെ റോൾ ദേ പ്രൊവൈഡഡ് മീ ഇമെൻസ് സപ്പോർട്ട്. ഞാൻ എന്താണ് ഇതുവരെ ഇതേപോലെ നീറ്റ്
ജെഇ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് പെട്ടെന്നൊരു സ്പ്രോത്തിൽ സി എ ആണെന്ന് പറഞ്ഞപ്പോഴും they didn't even question എന്തിനാണ് ചെയ്തതെന്ന്. സോ ആ ഒരു സപ്പോർട്ടാണ് ആക്ച്വലി മാറ്റേർഡ് ആൻഡ് they trusted me. Okay. One last question. Yeah. A message for upcoming generation. മെസ്സേജ് ഫോർ അപ്കമിങ് ജനറേഷൻസ് എന്താണ്, അധികം പ്രഷർ ഇടാതിരിക്കുക. ഇതിപ്പോൾ 10th കഴിഞ്ഞാൽ ചിലവർ ഭയങ്കരമായിട്ട് പ്രഷർ ഇടും. എന്ത് ചെയ്യുക, ഇപ്പം തന്നെ യു ഹാവ് ടു തിങ്ക്, യു ഹാവ് ടു ഡിസൈഡ് യുവർ ഫ്യൂച്ചർ, ബട്ട് യു ഹാവ് ടൈം. ലൈക്ക് ഇറ്റ്സ് നോട്ട് നെസസറി തുടക്കത്തിൽ തന്നെ യു ഹാവ് ടു ബിൽഡ് ഫോർ ദാറ്റ്. കീപ് ഹാർഡ് വർക്കിംഗ്. നമുക്ക് നമ്മുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ മേ ബി സം ടൈം എടുത്തേക്കാം, ബട്ട് യു ഷുഡിൻ റെസ്ട്രിക്ട് ഓൺ ദാറ്റ്. അപ്പോൾ പ്രഷർ ഇടാതിരിക്കുക. അപ്പോൾ സമയമാകുമ്പോൾ യു വിൽ ഐഡൻറ്റിഫൈ വാട്ട് യു വാണ്ട് ബി. അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുക. ലൈക്ക് അത് വിചാരിച്ചിട്ട് ലേസി ആയിരിക്കാനല്ല, യു ഷുഡ് ഹാർഡ് വർക്ക് ഫോർ വാട്ട് യു ഡു. നമ്മൾ മേ ബി ആൾട്ടർനേറ്റീവ്സ് കണ്ടെത്താൻ നോക്കുക. അതിപ്പോൾ എല്ലാവർക്കും ഒരു എയിം ഉണ്ടായിരിക്കാം, ബട്ട് പാരലലി നമുക്ക് സൈഡായിട്ടും എന്തെങ്കിലും ഇത് സേഫ് സൈഡായിട്ട് ഡിഗ്രി എടുത്ത് വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. എയിം ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. മേ ബി യുവർ പാഷൻ വിൽ ഫൈൻഡ് യു എന്നുള്ള പറയുന്ന പോലെ ശരിയായിരിക്കാം. Inspiring. Yeah. അഭിമന്യുവിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വിരിഞ്ഞപ്പോൾ അതൊന്നും എളുപ്പത്തിൽ ലഭിച്ചതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇപ്പോ അതിന്റെ പിന്നിൽ ഒരു ഹാർഡ് വർക്ക്, നല്ല ഉറച്ച വിശ്വാസവും ഹാർഡ് വർക്കും 100% ഡെഡിക്കേഷനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അഭിമന്യുവിന്റെ സോൾഫുൾ സ്റ്റോറീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു പ്രചോദനം തന്നെയാണ്, ആത്മവിശ്വാസത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും ഒരു കഥ. ഓക്കെ, തിരക്കുകൾ മാറ്റിവെച്ച് ഈ സോൾഫുൾ സ്റ്റോറീസിന് സമയം കണ്ടെത്തിയതിന് നന്ദി. Thank you so much for inviting me. Thank ഓക്കെ, you. ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രഞ്ജിത്ത സൈനിങ് ഓഫ്. Thank you. Bye.